BJP കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ രണ്ട് വിരുദ്ധ പ്രത്യയശാസ്ത്രങ്ങളാണ്. താങ്കളോട് പറഞ്ഞു തരേണ്ട കാര്യം ഇല്ലല്ലോ, രാഷ്ട്രീയ ബോധ്യമുള്ള ആളാണ് താങ്കൾ. അപ്പോൾ ഈ രണ്ട് പാർട്ടിക്കാരും താങ്കളെ അതുകൊണ്ടാണ് ഈ രണ്ട് രാഷ്ട്രീയ പാർട്ടികളും താങ്കളെ സമീപിച്ചു എന്ന് പറയുമ്പോൾ ആരെ സ്വീകരിക്കണം എന്നതിന് താങ്കൾ എന്താണ് മാനദണ്ഡമാക്കുക? അല്ല, നമ്മള് ഏതാണ്ട് 40-42 വർഷമായി നിന്നൊരു പാർട്ടിയിലല്ലേ നിൽക്കുന്നത്. അങ്ങനെയൊക്കെ മാനദണ്ഡം നോക്കിയാണോ പല ജില്ലയിലും ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത്? അതല്ല ശ്രീ മുല്ലശ്ശേരി മതി, ഞാൻ താങ്കളുടെ കാര്യമാണ് ചോദിച്ചത്. താങ്കൾ ഏത് പാർട്ടിയിലേക്ക് പോകണം എന്ന് തീരുമാനിക്കുന്നതിന് താങ്കൾ എന്ത് മാനദണ്ഡമാക്കും? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് ഒരു മണിക്ക് ശേഷം സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നീ CPM നിന്ന് എന്നെ പുറത്താക്കും, അല്ലെങ്കിൽ ഞാൻ CPM ആയിട്ട് സഹകരിക്കാൻ തയ്യാറല്ല എന്നൊരു ഒറ്റ തീരുമാനത്തിൽ തന്നെയാണ് പാർട്ടി നേതൃത്വം എന്നെ ഒരുപാട് പറഞ്ഞിട്ടും ഞാൻ അതിൽ നിന്ന് ഇറങ്ങി വന്നാൽ സഹിക്കുന്നതിലപ്പുറമായതുകൊണ്ടാണ് ഞാൻ ഇറങ്ങി വന്നത്. അല്ല, അത് ആ ഭാവമൊക്കെ മനസ്സിലായി ശ്രീ മുല്ലശ്ശേരി മധു. അതായത് ഞാൻ ചോദിക്കുന്നത് BJPയോ കോൺഗ്രസോ എന്ന് തീരുമാനിച്ചിട്ടില്ല എന്നാണ് താങ്കൾ തൊട്ട് മുൻപ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ BJPയും കോൺഗ്രസും പ്രത്യയശാസ്ത്രമായി ഒരു തരത്തിലും ഒരുമിച്ച് നിൽക്കുന്ന രണ്ട് രാഷ്ട്രീയ പാർട്ടികളല്ല. അങ്ങനെയാണെങ്കിൽ അവരെ ആരെ സ്വീകരിക്കണമെന്ന കാര്യത്തിൽ താങ്കൾക്കൊരു നിലപാട് വേണം. ഇപ്പോൾ താങ്കൾ മതേതരത്വ നിലപാടാണ് ഉറച്ചു വിശ്വസിക്കുന്നതെങ്കിൽ താങ്കൾക്ക് ഒരു പാർട്ടിയെ സ്വീകരിക്കാൻ കഴിയും. അതല്ല, താങ്കൾ ദേശീയതയാണ് താങ്കളുടെ ഒരു പ്രധാനപ്പെട്ട വിഷയമായി വരുന്നെങ്കിൽ താങ്കൾ വേറൊരു പാർട്ടിയെ സ്വീകരിക്കും. ഇങ്ങനെ അതോ താങ്കളെ ആരാണ് നല്ല ഭംഗിയായി പുതിയ അവസരങ്ങൾ താങ്കൾക്ക് ഒരുക്കുന്നത് അവരിലേക്ക് പോകും, അങ്ങനെയാണോ താങ്കളുടെ തീരുമാനം? അതാണ് അത് പറയുമ്പോൾ ഇന്ന് കോൺഗ്രസുമായി ചേർന്നല്ലേ CPM നിൽക്കുന്നത്. അതെന്താ നിങ്ങൾ പറയാത്തത്? കേരളത്തിൽ വ്യത്യസ്തമായി നിൽക്കുമ്പോഴും അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസുമായി കൂട്ടുപിടിച്ച് പല സ്റ്റേറ്റുകളിലും ഇന്ന് കോൺഗ്രസും CPM-ഉമായി മത്സരിക്കുകയല്ലേ. അപ്പോൾ അതെന്താ പറയാത്തത്? പ്രത്യയശാസ്ത്രങ്ങളെല്ലാം നമ്മൾ പറയുമ്പോഴും ഇപ്പോഴത്തെ പാർട്ടിയുടെ നയമാണല്ലോ പലയിടത്തും ഒന്നിച്ച് നിന്ന് മത്സരിക്കുന്നത്. അത് വർഗീയതയ്ക്കെതിരായിട്ടുള്ള ഒരു കോമൺ പ്ലാറ്റ്ഫോം എന്ന നിലയിലല്ലേ ആ രാഷ്ട്രീയ ബോധ്യമൊക്കെ താങ്കൾക്കില്ലേ? കേരളത്തിൽ അതല്ലല്ലോ സാഹചര്യം. കേരളത്തിൽ LDFും UDFും തമ്മിലാണല്ലോ മുഖാമുഖം നിന്ന് മത്സരിക്കുന്നത്. BJPക്ക് വളർച്ച ഇല്ലെന്നാണോ നിങ്ങൾ പറയുന്നത് കേരളത്തിൽ? എന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പൊ എനിക്ക് തോന്നുന്നത് താങ്കളുടെ മനസ്സിലൊരു മുൻഗണന കിടക്കുന്നത് BJPയുടെ കാര്യത്തിലാണെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെ ശ്രീ മുല്ലശ്ശേരി മധു? ഞാൻ താങ്കളുടെ മനസ്സ് വായിക്കുമ്പോൾ താങ്കൾക്ക് ഒരു മുൻഗണന, താങ്കളുടെ മനസ്സിലെ മുൻഗണന BJP ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അങ്ങനെ ഒരു തീരുമാനമല്ല. നിങ്ങൾ പ്രത്യയശാസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. വ്യത്യസ്തമായ പ്രത്യയശാസ്ത്രമാണ് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് പല സ്റ്റേറ്റുകളിലും ഇന്ത്യ മുന്നണിയായി, അത് എന്തൊക്കെ പറഞ്ഞാലും ചിലപ്പോൾ ഈ പറഞ്ഞ കണക്ക് നിങ്ങൾ പറഞ്ഞ കണക്ക് വർഗീയ ശക്തികളെ ഒഴിവാക്കാനായിരിക്കാം. പക്ഷേ ഒന്നിച്ച് മത്സരിക്കുന്നതിന് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ബുദ്ധിമുട്ടും CPM-ന് ഇല്ലല്ലോ. ശ്രീ മുല്ലശ്ശേരി മധു, ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യം എന്ന ഒരു പ്ലാറ്റ്ഫോം എന്തുകൊണ്ട് രൂപപ്പെട്ടു എന്ന് മനസ്സിലാക്കാൻ താങ്കൾക്ക് കഴിഞ്ഞിട്ടില്ല ഇക്കാലം അത്രയും CPM-ന്റെ ഭാഗമായി നിന്നിട്ട്? കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ ആ ഭാഗം ഒരു പ്രസക്തി ഇല്ലല്ലോ. ഇപ്പോ BJP അങ്ങനെ കുറച്ച് കാണേണ്ടതില്ല എന്നുള്ളതാണ് താങ്കളുടെ അഭിപ്രായം അല്ലേ? ഇല്ല, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. അല്ല, BJP വളർച്ചയില്ലേ എന്ന് താങ്കൾ എന്നോട് ചോദിച്ചു. പാർട്ടിയാണെന്ന് ഞാൻ പറയുന്നില്ല. കോൺഗ്രസ് അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. അല്ല, പക്ഷെ താങ്കളുടെ മനസ്സിൽ രാഷ്ട്രീയ പ്രവർത്തന രംഗത്തുണ്ടാകും. ഞാൻ ഏതാണ്ട് അല്ല, ഞാൻ ചോദിക്കുന്നത് ശ്രീ മുല്ലശ്ശേരി മധു, നമുക്ക് ചർച്ച അവസാനിപ്പിക്കേണ്ട സമയമായി. ഞാൻ അതുകൊണ്ട് വളരെ കൃത്യമായ ഒരു ചോദ്യത്തിലേക്ക് വരാം. എന്തുകൊണ്ട് പാർട്ടി വിടുന്നു എന്ന കാര്യത്തിൽ താങ്കൾക്ക് വ്യക്തതയുള്ള ഒരു ഉത്തരമുണ്ട്, മനസ്സിൽ ഉണ്ടല്ലോ. പക്ഷെ ഏത് പാർട്ടി സ്വീകരിക്കണം എന്ന കാര്യത്തിലും താങ്കൾക്ക് വ്യക്തതയുള്ള ഒരു മാനദണ്ഡം ഉണ്ടായിരിക്കുമല്ലോ. അതെന്താണെന്നായിരുന്നു ഞാൻ ചോദിച്ചത്. അതുണ്ടാവും. ഇപ്പോഴില്ല, അതോ പറയാറായിട്ടില്ലേ? അത്രയും മാത്രം ഇപ്പൊ തൽക്കാലം നിങ്ങൾ മനസ്സിലായി. അത് പറയാറായിട്ടില്ല. വ്യക്തമായ ഒരു തീരുമാനം ഉണ്ടാവും. വ്യക്തമായ ഒരു പാർട്ടിയിൽ പ്രവർത്തിക്കുന്നുണ്ടാവും വരുന്ന കാലഘട്ടത്തിൽ. ഈ ആലപ്പുഴയിലെ ബിപിൻ സി ബാബു BJP-യിൽ ചേർന്നപ്പോൾ BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് ഇനി കൂടുതൽ CPM നേതാക്കൾ BJP-യിലേക്ക് വരുമെന്നാണ്. താങ്കളെ പോലുള്ളവരിൽ പ്രതീക്ഷ അർപ്പിച്ചായിരിക്കുമോ അങ്ങനെയൊക്കെ പറഞ്ഞത്? അതെനിക്കറിയില്ല.
അതെനിക്കറിയില്ല. എന്തായാലും ഞാൻ രാഷ്ട്രീയ പ്രവർത്തന രംഗത്തുണ്ടാവും, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നുണ്ടാവും. ജോയ് ജില്ലാ സെക്രട്ടറി ആയിരിക്കണം CPM-ൽ പ്രവർത്തിക്കാൻ ഞാൻ ശരി.